ഗായ്സ്, എൻ്റെ ഫസ്റ്റ് വ്ളോഗാണിത്. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്ന് വെച്ചാൽ ക്യാമറ നോക്കി പറഞ്ഞിട്ട് ശീലമൊന്നുമില്ല. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതെല്ലാം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ഞാനിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ കാലമായി ചിക്കൻ കറി ഉണ്ടാക്കിയത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന പോലെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു എത്തും മുടിയൊന്നുമില്ല, എങ്ങനെ ഉണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കണ്ട അങ്ങനെയൊന്നും അറിഞ്ഞൂടാ. എനിക്കറിയുന്ന രീതിയിലെല്ലാം ഞാൻ വെച്ചുണ്ടാക്കുക ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി. ഓക്കെ, നമുക്ക് നോക്കിയിട്ട് തരാം. ബൈ ഗൈസ്. ആദ്യം നമ്മൾ ഇങ്ങനെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കണം. നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം ഗൈസ്. നമ്മൾ അത് അടിച്ചെടുത്തു ഗൈസ്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇത് നമുക്ക് വഴറ്റണം. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ഗ്യാസ് ഓൺ ചെയ്യണം. ഇതൊന്ന് വഴറ്റിയ ശേഷം ഇതൊന്ന് ഇതായി വരട്ടെ ഗൈസ്. കുക്കർ ഒന്ന് ചൂടായി വന്നിനി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇത്തിരി വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് മതി. അത് ഊറ്റി തീർത്ത് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ് ഇങ്ങനെ ചെയ്തത്. നല്ല രസമില്ലേ? അത് കഴിഞ്ഞ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ കൈനെ കൊണ്ട് തന്നെ എടുക്കും. അതൊന്ന് ചൂടായി വന്നാൽ സിമ്മിലാക്കി കൊടുക്കുക. സിമ്മിലാക്കിയിട്ട് ഇത് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യമായിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെതായിട്ട് ഇതൊക്കെ ഉണ്ടാവും. ഇത് എൻ്റെ സ്റ്റൈലുള്ള ചിക്കൻ കറിയാണ്. ഇനി ഇതൊന്ന് വഴറ്റണം ഗൈസ്. വഴറ്റിയിട്ട് കാണാം. ഇതിങ്ങനെ വഴറ്റി കൊടുക്കണം, ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത് വഴറ്റി വരുമ്പോൾ പറയാം, വഴറ്റി വരട്ടെ. ഇതാ കുറച്ച് സ്പീഡ് കൂട്ടി കൊടുക്കണം. അപ്പോൾ ഇതാ കുറച്ചൊക്കെ വഴറ്റി വന്നിനി. പിന്നെയെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്ന കൂട്ടുകാർക്കാണ് ഞാനിവിടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ആരും ഇത് കണ്ട് പഠിക്കരുത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പിടണം. കുറച്ച് ഉപ്പിടുക ഗൈസ്. അതിന് ശേഷം വഴറ്റണം. ഒന്നും ഗൈസ്, മീൻ വെക്കുന്ന ആവശ്യമുള്ളൂ. അത്രേ ഉള്ളൂ. ഇത് ഉപ്പ് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴറ്റി കിട്ടുന്നു. പറയാൻ വേണ്ടി നോക്കാം. കുറച്ചൊരു 5 മിനിറ്റോളം വഴറ്റാൻ പറ്റണം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയില്ല. നമ്മൾ വഴറ്റി ഇതിന് വഴറ്റി വന്നപ്പോഴാണ് കഴിച്ചിട്ടത്. ഇനി ഇതൊന്ന് സെറ്റാവണം. എന്നുവെച്ചാൽ നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഈ ഉള്ളി ആയിട്ട് ഈ സാധനം സെറ്റാക്കി വരണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നിൽക്കണം. ബിക്കോസ് നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിക്കണ്ടേ. എന്തോ ഇതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ഭംഗിയില്ലാത്ത പോലെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒന്നും മതില്ല, 1.5 ടീസ്പൂൺ എടുക്കാം. ഓക്കെ ഓക്കെ, തിന്നാൻ പറ്റിയാൽ മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഓക്കെ, കണക്കറിയില്ല. ഇതൊരുമാതിരി പരിവായി വന്നതിന് മുളക് പൊടിയെല്ലാം കൂടിപ്പോയി തോന്നുന്നു. അയ്യോ. അപ്പോൾ ഗൈസ്, ഞാനിതിൽ കുറച്ച് മഞ്ഞൾ കുരുമുളക് പൊടി ഇട്ട് ഇനിയിപ്പോൾ കുറച്ച് ഗരം മസാലയും കൂടെ ഇടണം. കുറച്ച് ഇട്ടാൽ മതി. ഓക്കെ, മാത്രം മതി. ഇനി കുറച്ച് ചിക്കൻ മസാല. ഓക്കെ, തീർന്നില്ലല്ലോ. മതിയാവും തോന്നുന്നു. ഇനി ഇതൊക്കെ ഇളക്കണം ഗൈസ്. ഒരുമാതിരി കോലത്തിൽ ഇനി എന്താവും ദൈവത്തിനറിയാം. ഇതൊന്ന് മൂപ്പിക്കണം മസാലപ്പൊടി. അത് കഴിഞ്ഞാൽ ബാക്കി പറഞ്ഞുതരാം ഗൈസ്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് സാധനം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിന്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇടണം ഗൈസ്. ഒന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് ചിക്കൻ ഇടണം. ഓക്കെ ഗൈസ്, നമ്മൾ ചിക്കൻ കറി റെഡിയാണ്. ചിക്കൻ കറിയല്ല, ചിക്കൻ റെഡിയാണ്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഇടണം. അപ്പോൾ ഗൈസ്, നമ്മുടെ കറി ഒന്ന് ഇതായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇതിങ്ങനെ ചെറിയാൽ മതി. ഇതിങ്ങനെ എടുക്കാം. ഇതിങ്ങനെ ഗൈസ്, നല്ല എരിവുണ്ട് തോന്നുന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ചല്ല, ചിക്കൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ രണ്ടുപോലെ
പോലെ ഉണ്ട്. പക്ഷേ പ്രശ്നം കാര്യമായിട്ടൊരു സ്മെല്ലൊന്നും വരുന്നില്ല അങ്ങോട്ട്. അമ്മയെല്ലാം ഉണ്ടാകുമ്പോൾ അവിടെ കിട്ടില്ല മറ്റേ സ്മെല്ല് റൂം വരെ. പക്ഷെ എന്താ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇവിടെ നിന്നിട്ട് ഒരു സ്മെല്ല് വരുന്നില്ല. ഇങ്ങനെ തന്നെ ഇവിടെ ഉണ്ടാക്കുക. ഇനി നല്ലോണം ആക്കാൻ മതി. എൻ്റെ പണിട്ട് തിന്നാലോ. അയ്യോ അയ്യോ. ഇനി അപ്പോൾ ഗൈസ് നമ്മൾ ഇളക്കി കൊടുത്തെങ്കിൽ കുറച്ച് മൂടി വെക്കാം. എന്നിട്ട് നമുക്കൊന്ന് സ്പീഡ് കുറച്ചിട്ട് ഒന്ന് സെറ്റായി വരട്ടെ. നല്ല സ്മെല്ലുണ്ട്. ഞാൻ കുറേ ചിക്കൻ കറി കുറേ ഒറ്റപ്പെട്ടാൽ ഒരു ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടല്ലോ. അതിലുണ്ടാക്കിയിട്ട് കുറേ നല്ല സ്മെല്ലുണ്ട്. വെള്ളം പോലെ ഉണ്ട് സംഭവം. അത് ഞാൻ കുറച്ച് വെള്ളം കൂട്ടി വെച്ചതാണ്. നമുക്ക് വറ്റിക്കാം. നല്ല സ്മെല്ലുണ്ട്, നല്ല സ്മെല്ലുണ്ട്, നല്ല സ്മെൽ. ഇനി തിന്നുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടാവും. വെന്തെന്ന് തോന്നുന്നു ഗൈസ് ചിക്കൻ. അത്യാവശ്യം നല്ല വെന്ത് വന്നിനെന്ന് തോന്നുന്നു. അതെ കുറച്ച് വെന്ത് വന്നു, മസാലയായിട്ട് പിടിച്ചു. അപ്പം ഗൈസ് നമുക്കിതിൽ കുറച്ച് കറിവേപ്പില ഇടാം. പക്ഷേ കറിവേപ്പിലല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ട്. മല്ലിച്ചപ്പ പൊതിനെല്ലാം ഉണ്ടെങ്കിൽ ഇടുന്ന നല്ലതാണ്. പക്ഷേ എൻ്റെ ഇടയ്ക്ക് ഇപ്പം അതില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കറിവേപ്പില ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കറിവേപ്പില ഇടുമ്പോൾ ഒരു കുറേ കറിവേപ്പില ഇടണം. ഇതൊന്നും പോരാ. ഇത് ഞാൻ പിന്നെ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം ഇട്ട് നീളും. കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കറിവേപ്പില ഇടും. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കുറച്ചുകൂടെ തീ കൂട്ടിയിട്ട് ഒന്ന് വറ്റിക്കാനല്ല കുറച്ചുകൂടെ നല്ലോണം തിളച്ചൊരു ഇതിൽ വരണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചിക്കൻ കറി നോക്കാം. ഓക്കെ, ചിക്കൻ കറി അങ്ങനെ തിളച്ച് പരിവായി വന്നിനി. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഗൈസ്. അയ്യോ, ചിക്കനൊക്കെ അടന്നു പോകുന്നുണ്ടോ? വേവ് കൂടിയിട്ട് കയ്യിൽ കൂടി പോകും. അപ്പം ഗൈസ് നമ്മുടെ ചിക്കൻ റെഡിയാണ്. നല്ല കിടിലം പോലത്തെ ടേസ്റ്റാണ് ഗൈസ്. നിങ്ങളറിയാണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. സംഭവം കിടുവാണ്. തട്ടിക്കൂട്ട് കറിയാണെങ്കിലും സംഭവം സെറ്റായി വന്നിനി. ചോറിൽ കൂട്ടിയിട്ട് കാണാം ഗൈസ്. നമ്മുടെ ചിക്കൻ കറിയും ചോറും റെഡിയാണ് കണ്ടാ. ആഹാ, ഇനി ഇത് കൂട്ടിയിട്ടൊരു പിടിക്കണം ഗൈസ്. അപ്പോൾ ഗൈസ്, എൻ്റെ ചിക്കൻ കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ട് ദ പോയിന്റ്, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.